ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു രക്ഷയില്ലാത്ത ഫിഷിംഗ് വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കണം, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. നല്ല അടിപൊളി ഒരു ഫിഷിംഗ് വീഡിയോ ആണ്. നമുക്ക് നിറയെ മീൻ കിട്ടിയ കാഴ്ചകൾ ഇന്ന് നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റും കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പാടത്ത് വെള്ളം വരിയിട്ടുണ്ട്. അപ്പോൾ പാടത്തു നിന്ന് മീൻ പിടിക്കാനായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. 2 ചൂണ്ടയായിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. ചൂണ്ടയിട്ട് മീൻ പിടിക്കാനാണ് ആദ്യത്തെ പ്ലാൻ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ അത് കൂടാതെ തന്നെ നമ്മുടെ കയ്യിലൊരു മാസ്റ്റർ പീസ് ഐറ്റം ഉണ്ട്. അപ്പോൾ അതും കൂടെ ഞാനിന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണിച്ചു തരാം. നിങ്ങൾ കേൾക്കുന്ന ഈ വെള്ളം വീഴുന്ന സൗണ്ട് എന്ന് പറയുന്നത് ഈ ഒരു മോട്ടോർ തറയിൽ നിന്ന് അതിൻ്റെ പെട്ടിയിൽ നിന്ന് വെള്ളം തെറിച്ച് വീഴുന്ന സൗണ്ടാണ് കേട്ടോ. നല്ല സൗണ്ടാണ്. അപ്പം നമ്മൾ ഈ ഒരു മോട്ടോർ തറയുടെ സൈഡിൽ തന്നെയാണ് മീൻ പിടിക്കാനായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അതായത് മോട്ടോർ തറ എന്ന് പറഞ്ഞാൽ പാടത്തു നിന്ന് വെള്ളം പുറത്തേക്ക് പമ്പ് ചെയ്യുന്ന ഒരു മോട്ടോർ. അപ്പം അതിൻ്റെ അടുത്താണ് നമ്മൾ മീൻ പിടിക്കാൻ വന്നിട്ടുള്ളത്. നമുക്ക് ചൂണ്ടയിടാനായിട്ട് നമുക്ക് തീറ്റയും കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കാരി അതിൻ്റെ കൊളുത്ത് അതിനകത്തേക്ക് വിഴുങ്ങിയിട്ടുണ്ട്. അത് എടുക്കാനുള്ള ശ്രമത്തിലാണ് സജിത്ത്. ഞങ്ങൾ ഏതായാലും മീൻപിടുത്തമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് ഒരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. പാടത്തുനിന്ന് മീൻ പിടിക്കാനാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ. അതേ പിള്ളേരെല്ലാവരും കൂടെയുണ്ട്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് ചൂണ്ടിയിട്ട് കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് ഇഷ്ടംപോലെ മീൻ കിട്ടും കേട്ടോ. കാരണം ഓൾറെഡി വെള്ളം പറ്റി വരുന്നത് കണ്ടുണ്ടല്ലോ. ഈ ഒരു തണുപ്പൊക്കെ നോക്കിയിട്ട് മീൻ ഈ ഒരു കൈതയുടെയൊക്കെ മറയത്ത് കയറി നിൽക്കും കേട്ടോ. നമുക്കിവിടെ കിട്ടുന്നത് കല്ലട എന്ന് പറയുന്നൊരു മീനാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കാരി എന്ന് പറയുന്ന നാടൻ മീനും എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. കാര്യം നമുക്ക് ഇടുമ്പോൾ തന്നെ ടപ്പേന്ന് നമുക്ക് മീൻ കിട്ടുന്നുണ്ട് കേട്ടോ. നമുക്ക് ബോറടിക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടം പോലെ മീൻ പിടിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടാണിത്. ഇന്നത്തെ വീഡിയോയിലും അവസാനം ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ പോലെ തന്നെയാണ്. പക്ഷേ അന്ന് എനിക്ക് എടുക്കാൻ പറ്റാത്ത ഒരു ഷോട്ട് ഞാൻ ഇന്ന് എടുത്തു വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും മിസ് ചെയ്യരുത്. വീഡിയോ സ്കിപ്പ് ചെയ്യാൻ നിൽക്കരുതേ. കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഇവിടെ നമ്മൾ ചൂണ്ട ഇടുമ്പോൾ തന്നെ മീൻ കിട്ടും കേട്ടോ. പെട്ടെന്ന് മീൻ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ പിള്ളേർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വലിയ പാടമാണ്. അപ്പോൾ ആ പാടം മുഴുവൻ ഒരു സീസൺ കൃഷി കഴിഞ്ഞിട്ട് വെള്ളം കയറ്റിയിട്ടിരുന്നതാണ്. അപ്പം ഒരു 3-4 മാസത്തോളം കംപ്ലീറ്റ് അതിനകത്ത് വെള്ളം കിടന്ന് പുറത്തുനിന്ന് തോട്ടിൽ നിന്ന് കയറിയിട്ടുള്ള മീനെല്ലാം കിടന്നിട്ടുള്ളതാണ്. അപ്പോൾ പറ്റിച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു ചാലിൽ മാത്രമായിട്ട് വന്നിട്ട് മീൻ കൂടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മീൻ പിടിക്കാനായിട്ട് ഈ ഒരു ചാല് വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ മീൻ നമുക്ക് കിട്ടും. ഇത് നാടൻ കാരി എന്ന് പറയുന്ന മീനാണ് കേട്ടോ. നിങ്ങൾക്കറിയാമല്ലോ, നാടൻ മീനിന് നല്ല വിലയുള്ള ഒരു ടൈമാണ്. അതുപോലെ തന്നെ ഇഷ്ടം പോലെ വലിയ കാരികൾ ഈ ഒരു ചാലിലുണ്ട് കേട്ടോ. പുറത്തുനിന്ന് ഒരുപാട് പേര് വന്നിട്ട് ഈ ഒരു ചാലിൽ നിന്ന് മീനൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അവരത് വിറ്റിട്ട് പൈസ ആക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഫ്രീ ആണ്, പിടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. കാരണം ഇത് ഓൾറെഡി നമ്മൾ ഇതിലെ വെള്ളം പറ്റിച്ച് കളഞ്ഞിട്ട് അടുത്ത കൃഷിയിലേക്ക് എടുക്കുന്ന പാടമാണ്. അപ്പോൾ നമുക്ക് പ്രശ്നമൊന്നുമില്ല. കണ്ടോ, ഇങ്ങനെ മീൻ കിട്ടുവാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ബോറടിക്കില്ല കേട്ടോ. നമ്മൾ കായലിൽ പോയി ചൂണ്ടിടാനൊക്കെ ഇരിക്കുമ്പോൾ ഒരുപാട് നേരം ഇരുന്നിട്ടൊക്കെ ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ ഇവിടെ കിട്ടുന്നത് പെട്ടെന്ന് കിട്ടും. നമുക്കിതേ ഒരുപാട് കല്ലട കിട്ടിയിട്ടുണ്ട്. കല്ലട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വറുക്കാൻ അടിപൊളി ടേസ്റ്റുള്ളൊരു മീനാണ് കേട്ടോ. ഇതാണ് കല്ലട എന്ന് പറയുന്ന മീൻ എന്ന് പറയുന്നത്. നമ്മളിന്ന് ചൂണ്ടയിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് പാടത്ത് ഈ ഒരു ചാലിൽ ഇറങ്ങി മീൻ പിടിക്കാൻ തയ്യാറായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. കാരണം ഇന്ന് നമ്മൾ ഇതിനകത്ത് ഇറങ്ങിയിട്ട് മീൻ പിടിക്കാനുള്ളൊരു ട്വിസ്റ്റ് ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണിച്ചു തരാം. പാടം ഉണങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ അത് ആദ്യം ദർശി ഇതിൽ കൂടെ ഓടിക്കളിയാണ് കേട്ടോ. ഞങ്ങൾ ഇഷ്ടം പോലെ കുഞ്ഞിലെ കളിച്ചിടുന്ന സ്ഥലമാണ്. കാരണം ഇവിടെ പാടം ഉണങ്ങി കഴിഞ്ഞാൽ നമ്മളിവിടെ പാടത്താണ് ക്രിക്കറ്റ് കളിയും പരിപാടിയൊക്കെ ഉള്ളത് കേട്ടോ. രണ്ടുപേർക്ക് ഒരുമിച്ച് കിട്ടിയില്ല. ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ പാടത്തേക്ക് ഇറങ്ങും കേട്ടോ. ഇറങ്ങിയിട്ടായിരിക്കും മീൻ പിടുത്തം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മോട്ടർ ഓടിക്കാനായിട്ട് ആ ഒരു ചേട്ടൻ വരുന്നുള്ളൂ. ചേട്ടൻ വന്നു കഴിഞ്ഞിട്ടാണ് ആ മോട്ടർ ഓടിക്കുന്നത്. ഓടിച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു ചാലിലെ വെള്ളം കംപ്ലീറ്റ് പറ്റിക്കഴിഞ്ഞാലാണ് നമ്മൾ താഴെ മീൻ പിടിക്കുന്നത്. ഞങ്ങൾക്ക് ചൂണ്ടയിട്ടിട്ട് ഇത്രയും മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മീനിന് ചെമ്പല്ലിന്നും കല്ലടയെന്നും അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോരോ പേരുകളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ മോട്ടർ ഓടിക്കാനുള്ള ആ ഒരു ചേട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിവിടെ കിടന്ന് കളിക്കുന്ന ഭയങ്കര ഡേഞ്ചർ കളിയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് മാറി ആ ഒരു പാടത്തിൻ്റെ അങ്ങോട്ടേക്ക് പോകാം കേട്ടോ. ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും ആദ്യം ദർശിയൊക്കെ ഞങ്ങൾ ചൂണ്ടയിടുന്ന കണ്ടിട്ട് മീൻ കിട്ടുന്ന കണ്ടിട്ട് അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് അവരും ചൂണ്ടയിടാൻ കൂടിയിട്ടുണ്ട് കേട്ടോ. ദർശിയെ വല്ലതും കിട്ടുന്നുണ്ടോ? ആൾ കനത്ത ട്രൈയിങ്ങിലാണ് കേട്ടോ. ഏതായാലും മോട്ടർ ഓടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വെള്ളം നല്ല ശക്തിയായിട്ട് തന്നെ പുറത്തേക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളിതേ വെള്ളം പറ്റാനായിട്ട് നോക്കി നിൽക്കുവാണ്. ആ ഒരു സമയത്ത് ഇവിടെ ആദിയും ദർശിയും സന്ധ്യയും എല്ലാവരും കനത്ത ചൂണ്ടയിടലാണ് കേട്ടോ. ലൈഫിൽ ആദ്യമായിട്ട് ചൂണ്ടയിട്ടിട്ട് സന്ധ്യയ്ക്കൊരു മീനും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ മീനും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം.
പിന്നെ നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടൊന്ന് ലൈക്ക് ചെയ്യാൻ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കാണാൻ പോകുന്ന കാഴ്ചകളെല്ലാം തന്നെ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാം കേട്ടോ. നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം അറിയിക്കണേ. നരനാണോ? അല്ല ഉണ്ടോ നോക്ക്. ഉണ്ടോ? അരച്ച് കയറ്റാ അതൊക്കെ കേട്ടോ. സൈറ്റ് കയറ്റി കയറ്റിക്കണം. അങ്ങനെ കയറ്റിയൊക്കെ ഇവിടെ അങ്ങനെ നിങ്ങൾ രണ്ടുപേരും മാറിയില്ല. ആട്ടാട്ടോ പോട്ടറേ. അത് ക്ലിയർ അല്ല. അടച്ച് അടിവശം എടുത്തിട്ടാ പോരെ. പയ്യെന്ന് പൊക്കില്ല. അവിടെ വല തോട്ടിട്ടേക്കുക. തോട്ടിക്കൊണ്ടിട്ടേ അത് വീശുവല്ലേ. ഇങ്ങോട്ട് മാറത്തി. ഇവിടെ ഒന്നും എടുക്കണം. ഇതെന്താണ് ഇവിടെ സംഭവിച്ചത്? റിസ്ക് ഒന്നുമില്ല. ആദ്യോട് പറഞ്ഞാ മതി. വെറുതെ ഇവരൊക്കെ ഈ പരിപാടിയായിട്ട് നടക്കുന്നത്. വെള്ളം വലിഞ്ഞു കഴിഞ്ഞാൽ ഓക്കടി ഇവന്മാർ കയറുന്നു. ഇതിൻ്റെ അത് പറന്ന് പോകാൻ വരിയത് മുഴുവൻ എടുത്തോ കേട്ടോ. പയ്യെ പൊക്കി കൊടുത്തിട്ട് വല നമുക്ക് ഇറക്കി വന്നത് എടുക്കാനോ. വെള്ളം വലിഞ്ഞാലേ സാധനം കയറുള്ളൂ. അതാ പറയാം വെള്ളം വലിയ പിടിക്കാനാണ്. ഉണ്ട്, ഇനിയുണ്ട്. പിന്നെ അനങ്ങിയത് പിടിച്ചാൽ താഴെ ഞെക്ക്. അതിന്റെ കൊമ്പിന്റെ അങ്ങോട്ട് ഇറക്കി. മീനുള്ളതല്ലേ? ഇവിടെ അങ്ങനെ കല്ലട കിടന്ന് എടുത്തായിരുന്നു. കുത്തുമ്പോൾ നേരെ കൈ നേരെ പൊക്കത്തോടെ വലിക്കുക. ചരിച്ച് പിടിക്കരുത്. ചരിച്ച് പിടിച്ച് സാധനം പിടിച്ച് കുത്തും. അവിടെ തുറന്നോ. ചൂടെടുക്കുന്നു. ഊരിക്കോ. ഇവർക്കൊരു പ്രത്യേകത. ഇവിടെ പിടിച്ചാൽ പിന്നെ അനങ്ങിയല്ല. പിന്നെ നമ്മൾ പിടിക്കുമ്പോൾ സൂക്ഷിക്കണം. പിന്നെ അല്ലെങ്കിൽ പിന്നെ കിട്ടും. എടുത്ത് കളഞ്ഞേ. അന്ന് ഇത്തരം കിട്ടിയാ നിങ്ങൾക്ക്? കുറച്ചേ ഇടൂ. രണ്ടു പോകുമ്പോൾ ഇവിടെ കല്യാണം എടുത്തിട്ടല്ലോ. കളഞ്ഞവിടെ അവർ രണ്ടുപേരും കളഞ്ഞത്. അത് താഴെ പോയി. വീട്ടിൽ പോ. അതവര് തിരിച്ചവിടെ സെറ്റ് ചെയ്യട്ടെ. തിരിച്ച് സെറ്റ് ചെയ്ത് നമ്മൾ
ചൂണ്ടയിട്ട് പിടിച്ച മീൻ കണ്ടില്ലെന്ന് വേണ്ട. ഇനി നമ്മൾ ചെണ്ട പൊക്കി പിടിച്ച മീൻ കാണിച്ചു തരാം. എല്ലാത്തിനും കിട്ടണുണ്ടോ അവർക്ക്? മഴ വന്നോ? ഇതാണ് ഇവരുടെ മയം. വളരാൻ അല്ലെന്നേ ഇത് കൊടുത്ത് കലക്കുമല്ലേ? കലക്കുവോ? വെള്ളം തിരക്കും കേട്ടാ. പോരെ നമുക്കോട്ടെ. അത് നമുക്ക് അതാ കൂടത്തിൽ മിക്സ് ചെയ്യണം വേണ്ടല്ലോ. ഇത് എടുത്തു അത് കാണിച്ച് കാണിച്ച്. ആ ഓക്കെ ഓക്കെ പൊട്ടിക്കോ. മതിയോ? മതി. വെള്ളം പോലാണ്. വെള്ളം വേണം വെള്ളം വേണം.